തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു തനി നാടൻ തോരൻ വയ്ക്കാം. ഇപ്പോൾ ആരും വയ്ക്കാത്തതും ആയൊരു തോരനാണ് ഇത്. പാളയൻകുടൻ കായാണ്. നമ്മുടെ പറമ്പിലുണ്ടായതാണ്. നമ്മുടെ പറമ്പിലുണ്ടായ ചക്കയുടെ ചക്കക്കുരുവാണ്. വളരെ കുറച്ച് ചക്കക്കുരു, ചെറിയ കായുമാണ്. അത് നമ്മൾ തോരൻ വയ്ക്കാൻ വളരെ ഒരു 4 സ്പൂൺ പയറാണ് ഉള്ളൂ. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചേക്കണതാണ്. 5 or 6 ചുമന്ന ഉള്ളി വേണം, കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, അങ്ങനെയുള്ള സാധാരണ തോരന് വേണ്ട എല്ലാ വസ്തുക്കളും വേണം. ഇപ്പോൾ നമുക്ക് ഈ കായ് ക്ലീനാക്കി എടുക്കാം, എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ തോല് കളയാണ്. ഇപ്പോൾ നമ്മളതിൻ്റെ പുറന്തോല് കളഞ്ഞു. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഈ കായ മുഴുവൻ അരിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ കായ അരിഞ്ഞെടുത്തു. ഈ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി കായും പയറും കൂടി നമ്മൾ ഒരുപാട് വേവരുത്, ചെറിയ രീതിയിലൊന്ന് വേവിച്ചിട്ട് കാണിക്കാം. നമ്മൾ ആദ്യം ഈ പയറൊന്ന് പകുതി വേവിക്കണം. അതിനുശേഷം ചക്കക്കുരുവും കായും അതിനകത്തിട്ടിട്ട് വേവിക്കണം. എന്നിട്ട് 3 വേവിച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ആദ്യം പയറിടുക, പകുതി വെന്ത് കഴിയുമ്പോൾ ചക്കക്കുരു ഇടുക, എന്നിട്ട് കായ് ഇടുക. വേവിച്ചതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കടുക് വറുത്താൽ മതി. നമ്മുടെ പയർ പകുതി വെന്തു. അതിലേക്ക് നമ്മൾ ചക്കക്കുരുവും കായും ഇട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. സ്റ്റവ് കത്തിച്ചു. കഷ്ണം നമ്മൾ അടുപ്പത്ത് വെച്ചു. അടച്ചു വെച്ച് വേവിക്കാം. ആ വെള്ളം വറ്റുമ്പോൾ മിക്കവാറും ചക്കക്കുരുവും കായും വെന്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ കണക്ക്. ഇപ്പോൾ നമ്മൾ കഷ്ണം വേവുമ്പോഴത്തേക്കും നമുക്ക് അതിനേക്കുള്ള മസാല റെഡിയാക്കാം. തേങ്ങ കുറച്ച്, ചുമന്നുള്ളി അരിഞ്ഞത് അതും ഇതിലേക്ക് തന്നെ ഇടുകയാണ്. നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളി ഇട്ടു. കുറച്ച് മുളക് പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഇതൊന്ന് കറക്കിയെടുക്കും. അരയൂല, ചതയുള്ളൂ. ഇപ്പോൾ നമ്മൾ തേങ്ങയും മുളകും എല്ലാം ഇട്ട് മസാല ചതച്ചെടുത്തു. ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ തോരൻ്റെ കഷ്ണം വെന്തു. നമ്മുടെ തോരൻ്റെ കഷ്ണം റെഡിയായി. ഒട്ടും വെള്ളമില്ല. അതെ, വെള്ളം വറ്റി കഷ്ണം വെന്തു. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇത് കടുക് വറക്കാനുള്ള ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. നമ്മൾ കടുക് വറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയല്ല, ഓയിൽ ഒഴിക്കുകയാണ്. അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിടുക. കുറച്ച് കടുക്, ആവശ്യത്തിന് കരിവേപ്പില, നമ്മുടെ തോരൻ്റെ കഷ്ണം ഇതിലേക്കിടുക.
നമ്മുടെ മസാല നമ്മൾ അതിലേക്ക് ഇടുകയാണ്. നമ്മുടെ നാടൻ തോരൻ റെഡിയായി. വളരെ രുചിയായൊരു തോരനാണിത്. ചക്കക്കുരു, പാളയംകുടൻകായും വെള്ളപ്പയറും മാത്രമേ ഉള്ളൂ ഇതിൽ. യാതൊരു കൃത്രിമങ്ങളും ഇല്ലാത്ത പച്ചക്കറി, രുചികരമായ പച്ചക്കറി, ആരോഗ്യകരമായ പച്ചക്കറി. ഇതാണ് നമ്മുടെ നാടൻ തോരൻ. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.